ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു ചിക്കൻ റോസ്റ്റാണ് കേട്ടോ. ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാനുള്ള സാധനം എന്ന് പറഞ്ഞാൽ ഒരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്, ഒരു 3 സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ലേശം ഇഞ്ചി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പിൻ്റെ ഇല. ഒരു കടായി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എനിക്കൊരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കേട്ടോ. വെളിച്ചെണ്ണ നല്ല വേണം, 4 ടേബിൾ സ്പൂൺ വെച്ചോളൂ. അതിലേക്ക് ഇഞ്ചും വെളുത്തുള്ളി ഇടുന്നു കേട്ടോ. ഇഞ്ചും വെളുത്തുള്ളി ഇടുക, അത് നന്നായി ഇളക്കി കൊടുക്കട്ടെ. അത് പച്ച ചുവ മാറുന്നേരം ഇളക്കിക്കൊണ്ട് അതിലേക്ക് ഇനി 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. മൂന്ന് സവാള പൊടിയായിട്ട് അരിയാനുണ്ട്, അതേപോലെ പൊടിയായിട്ട് അരിയാൻ കൊടുക്കുക. അതിനുശേഷം ഇതിന് ആവശ്യമുള്ള ഫുഡ് കൊടുക്കട്ടെ. 1 ടീസ്പൂൺ എത്ര ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കളർ മാറി വേണ്ട, നല്ലോണം വഴന്ന് തരണം. അങ്ങനെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഉപയോഗിക്കണം കേട്ടോ. നല്ലോണം ഇളക്കി കൊടുക്കുക. പിന്നെ കളർ മാറി വെക്കുക. അങ്ങനെ ഈ കളറൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അങ്ങനെ വഴറ്റിയെടുക്കുക. ഇനി നമുക്കിത് ചേർക്കേണ്ടത് ലേശം മഞ്ഞൾപ്പൊടി. എന്നിട്ട് ചിക്കൻ റോസ്റ്റ് ആയ കാരണം മല്ലിപ്പൊടി അധികം ചെയ്തിട്ട് കുറച്ച് മല്ലിപ്പൊടി നമ്മൾ കിട്ടാം. ലേശം മല്ലിപ്പൊടി കൊടുക്കുക. ഇതിലേക്ക് പ്രധാനമായിട്ട് വേണ്ടതാണ് കാശ്മീരി ചിക്കൻ എടുക്കുന്നുണ്ട്. ഒരു 3 ടീസ്പൂൺ എടുക്കുന്നുണ്ട്. നല്ലോണം ഇളക്കാം. നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കട്ടോ. ഈ പരുവാകുമ്പോൾ നമുക്ക് ഇതിൽ ചിക്കൻ ഇട്ട് കൊടുക്കട്ടോ. 1/2 കിലോ ചിക്കൻ അടുത്തിട്ട് കേട്ടോ. നല്ലോണം യോജിപ്പിച്ചെടുക്കുക. ഇത് ലേശം വെള്ളം ഒഴിച്ചു കേട്ടോ. ഇത്രയും വെള്ളം കുറച്ച് വെച്ചാൽ ഞാൻ കാണിക്കാം. അല്പം വെള്ളം അങ്ങനെ വെച്ച് കൊടുക്കുക സൈഡിൽ കൂടെ. കാരണം ഇതിന് ചിക്കൻ ഉണ്ടായാലും അതിന് ഇതിന് കുറച്ച് വെള്ളം ഇറങ്ങാണ്ടാവും. അപ്പോൾ ഇത് വേവെള്ള വെള്ളം മാത്രം നമ്മൾക്കൊന്ന് വെച്ച് കൊടുക്കാൻ മതി. നല്ലോണം യോജിപ്പിച്ചെടുക്കുക. നമുക്കൊന്ന് അടച്ച് വെച്ച് വയ്ക്കട്ടോ. ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വയ്ക്കുക. 2 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മളെ ചിക്കൻ റോസ്റ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മൾ കുറച്ച് കറിവേപ്പിനായിട്ട് കൊടുക്കട്ടെ. കുറച്ച് കറിവേപ്പിനിട്ട് എടുത്ത് ലേശം കുരുമുളക് കൂട്ടി എടുക്കാം. കുരുമുളക് കൊടുക്കുക. കുരുമുളക് കൂട്ടി നല്ലോണം യോജിപ്പിക്കാം. അപ്പോൾ നമ്മളെ ചിക്കൻ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഷെയർ ചെയ്തില്ല. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിനായിട്ട് കൊടുക്കട്ടെ. ഇത് നേരത്തെ കറിവേപ്പിന ഇട്ടതാണ്. പിന്നെ വേണ്ടത് നമ്മൾ തക്കാളി യൂസ് ചെയ്യുക. അപ്പോൾ കുറച്ച് ടൊമാറ്റോ സോസ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നന്നാക്കി ഇളക്കി യോജിപ്പിക്കുക. ഇത് പൊറോട്ടൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാം. ഒരു ബ്രെഡോ ഇതിലൊക്കെ വാങ്ങിയിട്ട് എല്ലാവരും വീട്ടിൽ കഴിക്കാൻ കേട്ടോ. എല്ലാവരും നമ്മുടെ ചാനൽ ഫസ്റ്റാണ് കാണിച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഒന്ന് സർവിംഗ് ബോളിലേക്ക് മാറ്റാം.